തേർഡ് സെഷൻ ഓഫ് ദ ഡേ. ഇതിന് മുമ്പ് ഒരു ട്രയൽ എടുത്ത് പറ്റായിരുന്നു. ഫോക്കസ് പോവാം. ഇതൊരു വിക്കുള്ള റെഡ് ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല് ചെയ്യാൻ വേണമെങ്കിൽ കുറച്ചുകൂടി മേലോട്ട് പോകാം. സെല്ലെടുത്തു. ഓക്കെ, ഇവിടെയും താഴേക്ക് വരുന്നില്ലേ? ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു സെല്ലും കൂടെ എടുക്കാം. വിട്ടുപോയി. പക്ഷെ ഇവിടെ മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ചെയ്യാം. മേലോട്ട് പോയി ഒരു ഗ്രീൻ ക്യാൻഡിൽ പിന്നീട് വന്നതിന് ശേഷം വേണമെങ്കിൽ സെല്ലെടുത്താൽ മതി. ഇത് ഹാഫ് ചാൻസ് കേട്ടോ, രണ്ടെണ്ണം കൊടുത്തു. ശ്രദ്ധിക്ക് ബ്രോ. കുറേ വരകളുണ്ട്. ഫോക്കസ്. ഇതിൽ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. കണ്ടോ? നമ്മളോട് വന്നു കഴിഞ്ഞാണെങ്കിൽ സെല് ചെയ്യാം. രണ്ടെണ്ണം എടുത്ത് എന്നുവെച്ചാൽ ഇവിടെ എടുക്കാൻ കാരണം ഓൾറെഡി നേരത്തെ ചെറിയൊരു സെല്ലിങ് കാണിച്ചിരുന്നു. പിന്നെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയി ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ആവാൻ ചെറിയൊരു ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചെടുത്തു. ഇവിടെ ഒരു 4 എൻട്രി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രോബബിലിറ്റി നമ്മളുടെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഈ പെയറിലുണ്ടായ ലോസ് കവർ ചെയ്യാം. ഓക്കെ, വേറെ നോക്കാം. ഇവിടെ തന്നെ കുറച്ച് നേരം കളിക്കുന്നത്. റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ട് ഇവിടെ. ആ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല് ചെയ്യാം. CHFN. ഓക്കെ, ട്രൈ. ഇവിടെ നോക്കി. എനിക്ക് റെസിസ്റ്റൻസ് ഉള്ളത് ഈ ഭാഗത്തൊക്കെയാണ്. ഇവിടെ പ്രോഫിറ്റ് കിട്ടി. അത് കുഴപ്പമില്ല. ഒരു വിക്ക് പോലെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സെല്ലെടുക്കാം. അതായത് കുറച്ച് ബയേഴ്സ് വന്ന് ഈ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകാം. ഇല്ല, നടപടിയായില്ല. നമ്മൾ നേരത്തെ വരച്ച ഗ്രീൻ റേഞ്ച് ഇതാണ്. അതിൻ്റെ മുകളിലേക്ക് പോയിരുന്നു. ജസ്റ്റ് മിസ്സോ, ഇത് കിട്ടില്ല, മിസ്സായിപ്പോയി. പോട്ടെ. ഫോക്കസിലാണ്ടാണോ ചില എൻട്രികൾ വിട്ടു പോകുന്നത്? നോക്കാമെന്ന് വിചാരിച്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സപ്പോർട്ടാണ്. ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരും. റാൻഡം എൻട്രി എന്നുവെച്ചാൽ പെട്ടെന്നുള്ളൊരു ഗ്രീനല്ലേ മൂവ്മെൻറ്റ് മേളിലോട്ട്. അപ്പോൾ റാൻഡമായിട്ട് എടുത്താണ്. രണ്ടെണ്ണം എടുത്ത് അവിടെ 2 മിനിറ്റ് എൻട്രി ആയിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ എടുക്കാവുന്നത് ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, റെസിസ്റ്റൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ സെല്ലടിക്കുകയാണെങ്കിൽ
5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഈ സെഷനിൽ വെയിറ്റ് ചെയ്യുക, സ്ലോ ഡൗൺ ചെയ്യുക. ഇപ്പോൾ സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല എൻട്രീസ് കിട്ടും. റെസിസ്റ്റൻസിൽ പോയി കഴിഞ്ഞാൽ സെല്ലടിക്കാം. ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ബൈ ചെയ്യാം. ബ്രേക്ക് ചെയ്തു, താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി, സെല്ലടിച്ചു. അടുത്ത് നോക്കാം. ഇവിടെ മുകളിലേക്ക് പോയി ആ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലെടുക്കാം. കുറച്ച് എക്സ്ട്രാ എൻട്രി ഞാൻ എടുത്തിട്ടുണ്ട്. എത്ര ടേണാണോ, കുറച്ചധികമായി. ഓവറായോ? ഓക്കെ, റിസ്കി ആയിരുന്നല്ലോ അത്. ഭയങ്കര റിസ്കി ആയിട്ടുള്ള ട്രേഡായിരുന്നു എടുത്തിരുന്നത്. ഒരുപാട് ഓവർ ട്രേഡ് എടുത്തു. ഇപ്പോൾ 1, 2, 3, 4 ഓക്കെ. അപ്പോൾ ഇവിടെ ഷുവറായിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നത്. ഷെനുവിനെ എടുത്തത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു $100 താഴേക്ക് പോയി, ലോസിലോട്ട് പോയിട്ടുണ്ട് അല്ലേ. ഒരു $50 എന്തായാലും റിയലൈസ്ഡ് ലോസ് ആയിരുന്നു. ബാക്കി ഒരു 50 അൺറിയലൈസ്ഡ് ആയിരുന്നു. 50 എൻട്രിയോളം ഓപ്പൺ ആയിരുന്നു ഇതിൽ. അപ്പോൾ ടോട്ടൽ അക്കൗണ്ട് ബാലൻസ് 570 ആ റേഞ്ചിലോട്ട് എത്തിയിരുന്നു. അതവിടെ പറ്റിയെന്ന് പറഞ്ഞാൽ മൈൻഡിൽ റിവഞ്ച് ആക്റ്റീവായി, ഫോക്കസ് പോയി, അങ്ങനെ ചെയ്തതാണ്. ഇവിടെ റെസിസ്റ്റൻസ് ഒരു ട്രേഡ് എടുത്തു, ഒറ്റൊരെണ്ണം മതി. ഓക്കെ, വേറെ മാറ്റി പിടിക്കാം. ഓക്കെ, ഇതിവിടെ ചെയ്യാൻ പറ്റില്ല, റിസ്ക്കാണ്. നോ ഐഡിയ എന്താ സംഭവിക്കാൻ പോണെന്ന്. ഇവിടെ നമുക്കൊരു ഐഡിയ ഇല്ല. സപ്പോർട്ട് ഇവിടെ. ഓക്കെ.
നമ്മളെ ലാസ്റ്റ് 5 മിനിറ്റിലോട്ട് കിടന്ന്. ഓക്കെ, അടുത്ത റെസിസ്റ്റൻസ് കൂടെ. ഇതിൽ ചേസ് ചെയ്യണ്ട, വിടാം. അടുത്ത് നോക്കാം. ഈ സെഷൻ കൂടി കഴിഞ്ഞാൽ നൂൺ സെഷൻസ് കഴിഞ്ഞു. ഇനി ഈവനിങ് ഒരു 4-5 മണിയാകുമ്പോഴേക്കും 2 സെഷൻ ചെയ്യണം. ഇവിടെ ഒരു സെല്ലെടുക്കാവുന്നതാണ്, പക്ഷെ കുറച്ച് സേഫസ്റ്റ് സെല്ല് ഈ ഭാഗത്തേക്ക് ഗ്രീൻ ക്യാൻഡിൽ വന്നാലാണ്. എന്ന് വെച്ചാൽ താഴത്തെ സപ്പോർട്ടില്ലേ, സപ്പോർട്ടിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സെല്ലെടുത്തു. മൾട്ടിപ്പിൾ ട്രേഡ് എടുത്തു. മൾട്ടിപ്പിൾ ട്രേഡ് വരുന്ന കൊണ്ടല്ല, ഇതിന് മുന്നത്തെ ലോസ്, ഒരു സിംഗിൾ ലോസ് ഉണ്ടല്ലോ, അത് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മൾട്ടിപ്പിൾ എടുത്താണ്. പിന്നെ അടുത്ത റെസിസ്റ്റൻസ് എവിടെയാണ്? ഇവിടെ ഉണ്ട് റെസിസ്റ്റൻസ്. 3 അവിടെ എടുത്തു. 5 ടോട്ടൽ. ബാക്ക് ടു നമ്മളുടെ ഓൾഡ് ബാലൻസ് കേട്ടോ, 679. ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ ആയിരുന്നു. ഓക്കെ, വേറെ നോക്കാം. ഇവിടെ സപ്പോർട്ടുണ്ട്. ഇവിടെ ഭായിച്ചാൻ റിവെഞ്ച് ആക്റ്റീവ് ആയത് കണ്ടു. ഇങ്ങനെ ഞാൻ എടുക്കാറില്ലല്ലോ ട്രേഡ്. ഇതിൽ നമ്മൾ ഉദ്ദേശിച്ച സപ്പോർട്ടിലോട്ട് വന്നു. പക്ഷേ നമ്മൾ സെല്ല് ചെയ്തപ്പോൾ നമ്മളുടെ സൈക്കോളജിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരാണ് കുറച്ചുകൂടി ക്യാൻഡിൽ മുകളിലേക്ക് കൊണ്ടുപോയതും. ഒരുപാട് ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് അവിടെ അടിച്ചു പോയിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാരുടെ ലോസ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും മാർട്ടിങ്കിൽ അപ്ലൈ ചെയ്തു, നമുക്കത് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, പക്ഷെ എന്നാലും ഇത് ഓവർ ട്രേഡായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളത്, ഈ ഭാഗത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ സെല്ല് ചെയ്യാം. ഇത് ഓരോ ക്യാൻഡിൽ നമ്മൾ സെല്ല് ചെയ്യാം. പിന്നെ വേറൊരു സാധനം കാണിച്ചത്, ഇവിടെ ഒരു വിക്ക് ഉണ്ട്, ആ വിക്ക് റീഫിൽ ചെയ്തേക്കുന്നുണ്ട്. ഇതുപോലെ ലോങ് വിക്കുകൾ വന്നു കഴിയുമ്പോൾ ആ വിക്ക് ഫോം ചെയ്തേക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അതായത് ഇവിടെ ബൈ ചെയ്ത് വെച്ചെങ്കിൽ ഈ വിക്ക് ക്യാൻഡിലിന് ശേഷം ബൈ ചെയ്ത് വെച്ചെങ്കിൽ അത് പ്രോഫിറ്റ് ആയാണ്. ഇവിടെ മേളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെല്ലടിക്കാം. ഇത് ഒഴിവാക്കാം.
ടൈം കഴിഞ്ഞു. ഇവിടെ എനിക്ക് എടുക്കണമെന്നുണ്ടായി, പക്ഷേ ഒരു ട്രേഡ് ടൈമർ കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ കൈവിട്ട് പോകുമോ എന്നൊരു സംശയമില്ലാതില്ല. ഇവിടെ എടുക്കാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്ത് പോയി. ഒരു പക്ഷേ ഭയങ്കര ബയേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്താലോ, ഓൾറെഡി നമ്മൾ ഓവർ ട്രേഡ് സെഷനിൽ ചെയ്തിരുന്നു. പിന്നെ ടൈമർ ഇപ്പോൾ കഴിഞ്ഞു, ഇനി ട്രേഡ് എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ റൂളിനെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാം, ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ പ്രോഫിറ്റിലാണ് ആക്ച്വലി. അപ്പോൾ പ്രോഫിറ്റിലായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി വരുന്നത്. ലോസ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സെഷനിൽ കാണാം.